സക്സസ് മന്ത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 വരുന്ന LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സ് ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഏതൊരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുൻവർഷ ചോദ്യപേപ്പറുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ 2021 PSC നടത്തിയ 10th പ്രിലിമിനറി എക്സാമിന്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ഇത് ആ ടൈമിൽ ഒരു കറണ്ട് അഫയർ ആയിരുന്നു, അപ്പൊ എങ്കിലും നോക്കിയിരിക്കുന്നത് നല്ലതാണ്. 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ആൻസർ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2020 സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താണ്? അപ്പൊ 2020 അന്തരിച്ച സംവിധായകനായിരുന്ന സച്ചി എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ KR സച്ചിദാനന്ദൻ. ആൻസർ KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ടിസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായതാര്? കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ടിസ്റ്റിന്റെ ചെയർമാനായി നിയമിതനായതാര്? ആൻസർ അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ആൻസർ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയതായിരുന്നു. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആൻസർ അജൽ മിശ്ര. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജൽ മിശ്ര. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി. അപ്പൊ നമുക്ക് അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്ന എന്നാണ്? ജനുവരി 12 അല്ലെ? അപ്പൊ വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ജനുവരി 12 ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ലക്നൗ. അടുത്ത ക്വസ്റ്റ്യൻ. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം. അപ്പൊ നമുക്കറിയാം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ? അപ്പൊ 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ലേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്ന എവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെസ്റ്റ് അല്ലെങ്കിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ന്യൂഡൽഹി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. ആൻസർ കൃത്തിക് പാണ്ഡെ. ആൻസർ കൃത്തിക് പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ബ്രസീൽ, ഫ്രാൻസ്, ഈജിപ്റ്റ്, ഇന്ത്യ. ഈ 4 രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബ്രസീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്ര? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത്
ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ആൻസർ കൊടൈക്കനാൽ. അപ്പൊ കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ആൻസർ നർമ്മദ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സിന്ധു. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽവൈശാഖി എന്നത് എന്തിന് ഉദാഹരണമാണ്? കാൽവൈശാഖി എന്നത് എന്തിന് ഉദാഹരണമാണ്? ആൻസർ കാറ്റ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന്റെ പേരിൽ പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന്റെ പ്രസിദ്ധമാണ്? ആൻസർ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അപ്പോൾ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് അസമിലെ കാസിരംഗ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ആൻസർ കാഞ്ചൻജംഗ ദേശീയോദ്യാനം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ ആരാണ്? ആൻസർ വാസ്കോഡ ഗാമ. അടുത്ത ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആൻസർ വാറൻസ് ഹേസ്റ്റിങ്സ്. അപ്പൊ വാറൻസ് ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ ബ്രഹ്മസമാജം. ആൻസർ ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആൻസർ 1815. അപ്പൊ 1815 ആത്മീയ സഭ രൂപീകരിക്കപ്പെട്ടത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണല്ലോ നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. അതായത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് മറ്റൊരു സംസ്ഥാനത്തെ ഗവർണർ പദവി വഹിച്ചിരുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്നായിരുന്നു ചോദ്യം. ആൻസർ ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പൊ ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് മറ്റൊരു സംസ്ഥാനത്തെ ഗവർണർ പദവിയും വഹിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ആൻസർ മൗലികാവകാശങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയാണ്. നമുക്ക് 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 24-ാം ഭേദഗതിയാണ് പാർലമെന്റിന് ഈ പറയുന്ന അധികാരം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് 7 മൗലികാവകാശങ്ങളായിരുന്നു ഉണ്ടത്. അതായത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആ തുടക്കകാലത്ത് ഒരു മൗലികാവകാശമായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നീടാണ് അതെന്ത് ഒരു നിയമാവകാശമാക്കി മാറ്റിയത്. അതിൽ പിന്നെയാണ് നമുക്ക് 6 മൗലികാവകാശങ്ങൾ മാത്രമായത്. അപ്പോൾ ഈ സ്വത്ത് സമ്പാദിക്കാനുള്ള അതുപോലെ തന്നെ സംരക്ഷിക്കാനുള്ള അവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റി നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ എന്താക്കി മാറ്റിയത്? നിയമാവകാശമാക്കി മാറ്റിയത്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ അനുച്ഛേദം 16. ആർട്ടിക്കിൾ 16 വഴിയാണ് പൊതു നിയമനങ്ങളിൽ നമുക്ക് അവസര സമത്വം ഉറപ്പു നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 359 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ആൻസർ ഗവർണർ. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത്. അപ്പോ താഴെ പറയുന്ന ആൾക്കാരില് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആള് മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല. അപ്പൊ ആൻസർ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആണ്. അപ്പൊ ആൻസർ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ മിഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ആൻസർ അലോക് റാവത്ത്. അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ പഞ്ചായത്ത്. ആൻസർ
മഞ്ചേശ്വരം. കേരളത്തിന്റെ വടക്കേയറ്റ് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ആൻസർ 1.18%. അതായത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% മാത്രമാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ആൻസർ കുണ്ടറ. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പെഡോളജി. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. അപ്പൊ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? അപ്പോൾ തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തുന്നതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കൈത്തറി. കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് തനിമ, അതുപോലെ തന്നെ കൃതിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നടപ്പാക്കുന്നത് എവിടെ? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നടപ്പാക്കുന്നത് എവിടെ? ഉത്തരം നീണ്ടകര. ആൻസർ നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ബ്രഹ്മപുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ആൻസർ നിലമ്പൂര്. കേരളത്തില് സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത 183 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? അതായത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയായിട്ടുള്ള 183 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഡിണ്ടിഗൽ, കൊല്ലം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ദേശീയപാത 183. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമികളാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1114 കഥ എന്ന കൃതി രചിച്ചതാര്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് 1114 കഥ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത അക്കാമ ചെറിയാൻ. അപ്പൊ അക്കാമ ചെറിയാനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ കണ്ടു. അക്കാമ ചെറിയാന്റെ പ്രശസ്തമായ ഒരു കൃതിയാണ് 1114 കഥ. അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വനിത എന്ന് പറയുന്നതും അക്കാമ ചെറിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെ? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ആരംഭിച്ചത് എവിടെ, അല്ലെങ്കിൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ.
എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797 ഒന്നാം പഴശ്ശി സമരം അവസാനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ് സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം പഴശ്ശി വിപ്ലവം. അപ്പൊ പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്ന് AKGയെ അറസ്റ്റ് ചെയ്ത വർഷം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉത്തരം 1930. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKGയെ അറസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഒരു മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഉത്തരം 32. മനുഷ്യനിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഉത്തരം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തില് രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തില് രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? അപ്പൊ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. അടുത്ത ക്വസ്റ്റ്യൻ, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? ഉത്തരം സെറിബെല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതാണ് മയോളജി. അപ്പൊ മയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏത്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിറ്റാമിൻ എച്ചിന്റെ ശാസ്ത്രീയ നാമം. ഉത്തരം ബയോട്ടിൻ. അപ്പോ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. സെഹദ് എന്ന ടെലിമെഡിസിനുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏത്? ആൻസർ അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റലാണ് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ച ആദ്യ ആശുപത്രി. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തെ പ്രതിപാദ്യ വിഷയം എന്താണ്? അപ്പൊ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം DDT. DDT ആണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റമിക കണികകൾ ഏക? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഉത്തരം ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരാണ് കലാമിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയിലെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ,
ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മിക്കുന്നതിലെ പൊട്ടാസ്യം സംയുക്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെൻസസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏത്? ലെൻസസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ഉത്തരം ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അറിയപ്പെടുന്നത് ഊർജം എന്നാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് ഊർജമാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നതാണ് ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഉത്തരം 7. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈനോട് ഈക്വൽ ആണ്. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈനോട് തുല്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏത്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏത്? ഉത്തരം പ്ലൂട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി താഴേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ GK-ലെ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ പറഞ്ഞു പോകാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട്, അപ്പൊ ഇങ്ങനെ ആൻസർ പറഞ്ഞ് പോയാൽ പോരല്ലോ, അപ്പൊ മനസ്സിലാവണുണ്ടാവില്ല ചെയ്യുന്നത് എങ്ങനെയാന്ന്. അപ്പൊ മാത്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വേറെ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത GK ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന PSC എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ചാൻസ് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.